നമ്മൾ ഈ പഴയ മലയാളം പടത്തിനകത്തൊക്കെ ഈ പൂട്ടിക്കിടക്കുന്ന കോവിലൊക്കെ ചെന്ന് തുറക്കുമ്പോൾ മറ്റേ ഈ സെറ്റപ്പാണ്. ഭാര്യയെ വാരി പിണർന്നുകൊണ്ട്, ഭാര്യ പിണർന്നൊന്നുമില്ല, ആ കുരു പിടിച്ചവൻ ഒരു തെങ്ങ് കൊണ്ടുവച്ച അന്ന് തുടങ്ങിയത് ഇവിടുത്തെ കഷ്ടപ്പാട്. ഡിസ്റ്റിലറിക്ക് തീ പിടിച്ച്. ഹായ് ചാനൽ, വെൽക്കം ബാക്ക് ടു 10ml ഡ്രിങ്ക് ആൻഡ് റിവ്യൂ. അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡാണ്, പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ കട്ടനയൊന്നും അങ്ങനെ പരിചയപ്പെടുന്നില്ല. ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് ചരിത്ര ഭാഗങ്ങളാണ്. നമ്മളൊരു 2-3 എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്രത്തോളം വിജിലംബിച്ചിങ്ങനെ കിടക്കുകയാണ് ഇതിൻ്റെ ചരിത്രം. ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചധികം സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത് വളരെ ചുരുക്കി ഭാഗങ്ങളായി ഘടിച്ചുകൊണ്ട് പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, ആ ബ്രാൻഡ് എന്ന് പറയുന്നത് ബക്കാഡിയാണ്. 1862 ക്യൂബയിൽ ജന്മം കൊണ്ട ബക്കാഡിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഈ ഫ്ലാറ്റ്മേറ്റായ പ്രാവ് അവിടെ ഇരുന്ന് വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ ബക്കാഡിയുടെ ഒരു ലോഗോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു വവ്വാലാണ്. ഈ വവ്വാലിൻ്റെ ഈ ലോഗോ എങ്ങനെയാണ് ബക്കാഡിക്ക് കിട്ടിയത് എന്നാണ് അതിൻ്റെ ആ ഒരു ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എങ്ങനെ ഈ ഒരു ലോഗോയിലേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന സംഭവം. ഇവർ ഈ ഫെക്കുണ്ടോ ബക്കാഡി മാസോ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ബക്കാഡി വൈറ്റ് ഫൗണ്ടർ. പുള്ളി ക്യൂബയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിസ്റ്റിലറിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതായത് ഇവർ ഇങ്ങനൊരു പ്ലാനിലിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയോടും കൂട്ടുകാരോടും ഒക്കെ പറയുകയാണ്, നിങ്ങളുടെ പരിപാടി തുടങ്ങാൻ താല്പര്യമുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ചേർന്ന്, അതായത് ബക്കാഡിയുടെ ഭാര്യ, ബക്കാഡി മീൻസ് ബക്കാഡി മനുഷ്യൻ, ഫെക്കുണ്ടോ ബക്കാഡി ദ ഓണർ, പുള്ളിയുടെ ഭാര്യയും ബാക്കി ടീമുകളൊക്കെ ആയിട്ട് ഒരു പഴയ കുറച്ച് നാളായി പൂട്ടിക്കിടക്കുന്ന ക്യൂബയിൽ ഒരു ഡിസ്റ്റിലറി കാണാൻ പോവുകയാണ്. അങ്ങനെ ഇവർ ഈ ഡിസ്റ്റിലറിലോട്ട് ചെന്ന് ഇങ്ങനെ തുറന്ന് കയറുന്ന ഉടനെ കുറേ വവ്വാലുകൾ ഇങ്ങനെ അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ കിടക്കുക. കുറേ മീൻസ് ഒരു ലോഡ് വവ്വാലുകൾ. അതായത് മറ്റേ നമ്മൾ ഈ പഴയ മലയാളം പടത്തിനകത്തൊക്കെ ഈ പൂട്ടിക്കിടക്കുന്ന കോവിലൊക്കെ ചെന്ന് തുറക്കുമ്പോൾ മറ്റേ ഈ സെറ്റപ്പാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഫെക്കുണ്ടോ ബക്കാഡി മാസോ, അതായത് നമ്മുടെ ബക്കാഡിയുടെ ഓണറുടെ വൈഫ് ഡോണ അമാലിയ എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്, ഇവരുടെ തലയിൽ ഒരു ബൾബ് കത്തുകയാണ്. അതായത് ഈ വവ്വാൽ എന്ന് പറയുന്നത് സ്പെയിൻകാരുടെ ഇടയ്ക്കും ക്യൂബൻ നാട്ടുകാരുടെ അവരുടെയൊക്കെ ഇടയ്ക്ക് ഈ വവ്വാൽ എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും യൂണിറ്റിയുടെയും എന്താ പറയുക, നല്ല ഹെൽത്തിൻ്റെയും നല്ല ഭാവിയുടെയൊക്കെ പ്രതീകമാണ്. അപ്പോൾ ഇവരുടെ മനസ്സിലൊരു ബൾബ് കത്തി, എന്തുകൊണ്ട് ഈ വവ്വാലിനെ നമ്മുടെ ബക്കാഡി എന്ന ബ്രാൻഡിൻ്റെ ലോഗോ ആക്കിക്കൂടാ. അങ്ങനെ ഇവരിത് നമ്മുടെ ഫെക്കുണ്ടോ എന്ന് പറയുന്ന പുള്ളിയോട് പറയുകയാണ്, മാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ഈ വവ്വാൽ എന്ന് പറയുന്ന സാധനത്തെ വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് ഈ ബ്രാൻഡ് ചെയ്തുകൂടാന്നുള്ളത്. ഇത് കേട്ടുടനെ ഈ ഡോണ അമാലിക്ക് കത്തിയ ബൾബ് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു. സംഭവം കൊള്ളാം. അങ്ങനെ ഭാര്യയെ വാരി പിണർന്നുകൊണ്ട്, ഭാര്യ പിണർന്നൊന്നുമില്ല, സംഭവം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ നമുക്കങ്ങനെ ആ പരിപാടി സെറ്റ് ചെയ്യാം, സംഭവം കൊള്ളാം. അങ്ങനെയാണ് ലോകപ്രശസ്തമായ അതായത് ആദ്യത്തെ വൈറ്റ് ജന്മം കൊള്ളുന്നത്. അതായത് ലോകത്താകമാനമുള്ള കുടിയന്മാരെ ആവേശഭരിതരാക്കിക്കൊണ്ട്, ആഹ്ലാദഭരിതരാക്കിക്കൊണ്ട്, ധൃതംഗ പുളങ്കിതരാക്കിക്കൊണ്ട് ലോകത്തെ ഫസ്റ്റ് എക്സ്ട്രാ സ്മൂത്ത് വൈറ്റ് ലോഗോ, അല്ലെങ്കിൽ ആ വൈറ്റ് ഇങ്ങനെയാണ് ജന്മം കൊള്ളുന്നത്. ഈ പണ്ടുകാലത്ത് സ്പെയിനിൽ ക്യൂബയിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ നിലവാരം താഴ്ന്ന ആൾക്കാരായിരുന്നു, അതായത് വിദ്യാഭ്യാസം കുറഞ്ഞ മനുഷ്യരായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ ബ്രാൻഡ് രക്ഷപ്പെടാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ലോഗോ ചൂണ്ടിക്കാണിക്കും, ഇതെല്ലാം വവ്വാലിൻ്റെ അവിടെ ഉള്ള സാധനം, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയും. ഇങ്ങനെ കാണിച്ച് ഈ സാധനം പ്രശസ്തിയാർജിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഒരൊറ്റ പോക്കായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ കയറി നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ അതാണ് ബക്കാഡി ലോഗോയുടെ ചരിത്രം. അന്ന് ബെക്കുണ്ടോയുടെ വൈഫിന് തോന്നിയ ആ ഒരു ഐഡിയ ആണ് പിൽക്കാലത്ത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആ വവ്വാലിൻ്റെ ആ ലോഗോയ്ക്ക് പിന്നിലുള്ള ആ ഒരു കഥ അല്ലെങ്കിൽ ചരിത്രം. ഇനി എനിക്ക് പറയാനുള്ളത് വേറൊരു ചരിത്രമാണ്. ഇത് അത്യാവശ്യം ഭയങ്കര ഒരു സ്റ്റോറിയാണ്. അതായത് ഇവർ പരിപാടികളൊക്കെ വിജയിച്ച് അത്യാവശ്യം വലുതായി ഇവർ പുതിയൊരു ഡിസ്റ്റിലറി തുടങ്ങുകയാണ്. ക്യൂബയിൽ തന്നെ പുതിയൊരു ഡിസ്റ്റിലറി തുടങ്ങുകയാണ്. ആ ഡിസ്റ്റിലറിയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഡോൺ ഫെക്കുണ്ടോ എന്ന് പറയുന്ന പുള്ളിയുടെ മകൻ ഒരു തെങ്ങിൻ തൈ നട്ടു. ഈ തെങ്ങിൻ തൈ അവിടെ നിന്ന് വളരാൻ തുടങ്ങി. ഈ തെങ്ങിൻ തൈ വളർന്ന് വലുതായിട്ട്
അവിടെ ഇടക്കാലത്ത് വെച്ചിട്ട് ആ ഡിസ്റ്റിലറിക്ക് തീ പിടിച്ചു. ഈ ഡിസ്റ്റിലറിക്ക് തീ പിടിക്കുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഊഹിച്ചോണം പെട്രോൾ പമ്പിനൊക്കെ തീ പിടിക്കുന്ന അവസ്ഥയാണ്. അതായത് ഫുള്ള് സ്പിരിറ്റിൻ്റെ കളിയാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആന്തല, പിന്നെ പൊടി ഒലും ബാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കട മുഴുവൻ കത്തിപ്പോവും. ഈ സെറ്റപ്പാണ്. അങ്ങനെ തീപിടുത്തം ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് 5 തവണ ഭൂകമ്പം ഉണ്ടായി. അങ്ങനെ ക്യൂബയ്ക്കും ഈ ഡിസ്റ്റിലറിക്കും ഒക്കെ പലവിധമായ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ഭൂകമ്പം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റ്സ് മെഡിക്കൽ മിറാക്കിൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണമറ്റ കണക്കിന് കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ വന്ന് ഈ ഡിസ്റ്റിലറിയും ക്യൂബയൊക്കെ പലവിധമായ നാശനഷ്ടങ്ങളിലൂടെ വന്നിട്ടും ഈ തെങ്ങിനൊരു കുരുവും പറ്റിയില്ല. സത്യം. ഈ തെങ്ങ് അവിടെ ഇതൊക്കെ എന്ത് എന്നുള്ള സെറ്റപ്പിൽ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ഈ ക്യൂബൻകാരും അല്ലെങ്കിൽ ഈ ബക്കാഡി ഫാമിലിയുടെയൊക്കെ ഒരു പ്രതീകമായി മാറി. അതായത് കരുത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും, അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്നും പറ്റാതെ അവിടെ നിൽക്കുന്ന ആ ഒരു തെങ്ങിനെ പിന്നീട് ഈ ബക്കാഡി എന്ന കമ്പനിയുടെയും ബക്കാഡി ഫാമിലിയുടെയും ഒരു പ്രതീകം, ഒരു സിമ്പലാക്കി മാറ്റി. എന്തിൻ്റെയൊക്കെയാണ്? കരുത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും സിമ്പലാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമ്മുടെ അപ്പാപ്പനും അമ്മമാരും കൂടി എന്തോ പറയാമെന്ന് ഊഹിച്ചോക്കെ. ആ കുരു പിടിച്ചവനൊരു തെങ്ങ് കൊണ്ടുവച്ചാൽ അന്ന് തുടങ്ങിയത് ഇവിടുത്തെ കഷ്ടപ്പാട്. ഡിസ്റ്റിലറിക്ക് തീ പിടിച്ച്, അത് കഴിഞ്ഞിട്ട് 5 ഭൂകമ്പം, അതായത് കൊടുങ്കാറ്റ്, പേമാരി, 2 ഉൽക്കയും കൂടി വീണ് കഴിഞ്ഞാൽ എല്ലാം തികയും. ഇങ്ങനെയല്ലേ അവർ പറയുന്നുള്ളൂ. ആ കാലമാടാനെ കട്ട വെച്ച് അരയ്ക്കാമെന്ന് പറയും. പക്ഷേ എന്താ പറയുക, വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ക്യൂബൻകാരും ബക്കാഡി ഫാമിലിയും നേരെ തിരിച്ചു പറഞ്ഞു. അതായത് as long as the coconut palm survives in Cuba, ബക്കാഡി കമ്പനി വിൽ ബി ദെയർ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതായത് എന്ന് വരെ ഈ തെങ്ങ് ഇവിടെ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഈ അവർ നട്ട ആ ഒരു ബലവൃക്ഷം, ആ തെങ്ങ് അവിടെ എന്ന് വരെ ഉണ്ടായിരിക്കുമോ അന്ന് വരെയും ബക്കാഡി എന്ന കമ്പനി അല്ലെങ്കിൽ ബക്കാഡി എന്ന ബ്രാൻഡ് ക്യൂബയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇവരതിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് എൽ കൊക്കോ എന്നായിരുന്നു. എൽ കൊക്കോ, അൽ തെങ്ങ്, എൽ കൊക്കോ എന്നായിരുന്നു. അപ്പോൾ ഇതാണ് വേറൊരു ചരിത്രം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ കമൻസ് ആയിട്ടും നമുക്ക് മെസ്സേജായിട്ടും ഒക്കെ എഴുതി അറിയിക്കുക. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, അത് ഫോളോ ചെയ്യുക. അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സുലൈ.